പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രോസ് ഡയമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL നിന്ന് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് FC ഗോവ മത്സരമാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു, ഡിമിട്രോസ് ഡയമൻഡാക്കോസ് ഈ ഒരു മത്സരത്തിൽ കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് FC ഗോവ മത്സരത്തിൽ ഡിമിട്രോസ് ഡയമൻഡാക്കോസ് അവൈലബിൾ അല്ല. മസിൽ ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെയാണ് ഡിമിട്രോസ് ഡയമൻഡാക്കോസ് ഈ ഒരു മത്സരത്തിൽ കളിക്കാത്തത്. താരത്തിന് അത്ര ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ഇല്ലാതെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയും ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുമുണ്ട്. ഇനി അടുത്ത മത്സരം വരുന്ന ഞായറാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെയാണ്. നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഗുവാഹത്തിയിലെത്തിയിട്ടുണ്ട്. മാത്രമല്ല ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയും ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം അഡ്രിയൻ ലൂണ ട്രെയിനിങ്ങും നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരത്തിൽ അഡ്രിയൻ ലൂണ കളിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ കളിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രസ് കോൺഫറൻസിൽ കോച്ച് വ്യക്തമാക്കുന്നതായിരിക്കും. ലൂണ നിലവിൽ ഓക്കെ ആണ് എന്നും അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ താരം തിരിച്ചു വരുമെന്നും കോച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം അഡ്രിയൻ ലൂണയുടെ തിരിച്ചുവരവിനായാണ് കാത്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ഇത്തവണ ISL ഏറ്റവും കൂടുതൽ കാണികൾ കാണാനെത്തിയ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ 50% ഫാൻസിന് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരം കാണാനായിരുന്നു കൂടുതൽ ആരാധകർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ബംഗളൂരു FCക്കെതിരെയുള്ള മത്സരം കാണാനായിട്ട് ഇതിൽ കൂടുതൽ ആരാധകർ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.